ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ബൺ അല്ലെങ്കിൽ ഡിന്നർ റോളാണ്. അത് നമ്മൾ സ്റ്റൗ ടോപ്പിലും ഉണ്ടാക്കുന്നുണ്ട്, ബേക്ക് ചെയ്തിട്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റൗ ടോപ്പിലുള്ളത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ സോഫ്റ്റും ഫ്ലഫിയുമായ ഈ ബണ്ണ് നിങ്ങൾക്ക് ഡിന്നർ റോളായിട്ടോ ചായയുടെ കൂടിയോ അല്ല ഒരു ബർഗറിൻ്റെ ബണ്ണായിട്ടോ എങ്ങനെ വേണിച്ചാൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ഒരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അതിനെ ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു മുട്ട, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ, ഇത്രയും ചേർത്ത് അതിനെ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് എടുക്കണം. നമ്മൾ ഇതേ പാത്രത്തിലാണ് നമ്മുടെ മാവ് കുഴയ്ക്കുന്നത്, അത് കാരണമാണ് കുറച്ച് വലിയ പാത്രം എടുത്തത്. ഇതിൽ ഞാൻ ഒരു 1.5 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, അതൊട്ടും തരിയില്ലാതെ നമ്മളിതുപോലെ ഒന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇപ്പം പൊടിയൊക്കെ അരിച്ച് റെഡിയായി. ഇപ്പം ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പാലും ഈസ്റ്റും കൂടിയിട്ടുള്ള ആ മിക്സ്ചർ ഇവിടെ റെഡിയായിട്ട് കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനെ ഒരു സ്പാച്ചുല വെച്ചിട്ട്, ഈ സ്പാച്ചുല തന്നെ വെച്ചിട്ട് അതിനെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യും. അതിൽ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ കൈ അതിലിട്ട് കഴിഞ്ഞാൽ ഫുൾ കയ്യിൽ ഒട്ടലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി വെതറിയിട്ട് അവിടെ വെച്ചിട്ട് മിക്സ് ചെയ്യാം. കൗണ്ടർ ടോപ്പാണ് പലകയേക്കാളും നല്ലത്. കുറച്ച് നല്ല സ്ഥലം വേണം ഇത് കുഴയ്ക്കാനായിട്ട്, അത് കാരണം. അപ്പോൾ ഇത് നല്ലവണ്ണം ഒരു 5 മിനിറ്റോളം നല്ല ഒരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് മാറ്റിയെടുക്കണം. കുറച്ച് സമയമെടുത്ത്, അത് വല്ലാതെ ഒട്ടലുണ്ടെങ്കിൽ കുറച്ച് മൈദ അതിൻ്റെ ഇടയിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ അതൊന്ന് തടവി കൊടുക്കാം. കാരണം നമ്മൾ മാവ് ഇതിൽ വെച്ച് അത് പൊങ്ങുമ്പം സൈഡ് ഒട്ടാതിരിക്കാനാണ്. എന്നിട്ട് മാവ് ഇതിൽ വെച്ചിട്ട് അതേ എണ്ണ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തടവി കൊടുക്കുക. ഇത് അതിൻ്റെ ഡബിൾ സൈസായിട്ട് വേണം നമുക്ക് നമ്മുടെ ബാക്കി പണി ചെയ്യാൻ. അപ്പോൾ ഓരോ സ്ഥലത്തുള്ള ചൂടിൻ്റെ കാലാവസ്ഥയൊക്കെ പ്രകാരമായിരിക്കും അത് പൊങ്ങി വരിക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 2 തൊട്ട് 4 മണിക്കൂർ വെച്ചാൽ മതിയാവും. അപ്പോൾ നമുക്കിത് തൽക്കാലം ഒരു ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് മൂടി വയ്ക്കാം അത് പൊങ്ങാനായിട്ട്. എനിക്കിവിടെ അതൊരു 3 മണിക്കൂർ വെച്ചപ്പം ഡബിൾ സൈസായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റ് ആയൊരു മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം കുഴയ്ക്കണം. അതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് എല്ലാ തട്ടിലും ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. മൈദയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ബേക്ക് ചെയ്യുമ്പോൾ അതൊട്ടും ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് എക്സസ് ഉള്ള മൈദ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി തട്ട് ഇപ്പോൾ ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ആദ്യം കുറച്ച് മൈദ വെതറാം. എന്നിട്ട് നമ്മൾ പൊങ്ങി റെഡിയായി നിൽക്കുന്ന നമ്മുടെ മാവ് എടുത്ത് ആദ്യം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് കുഴച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് അതിനെ മുറിച്ചെടുക്കാം. നിങ്ങൾക്കിപ്പം എന്ത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ ഈ ഇഡ്ഡലി തട്ടിൻ്റെ അതിലിടാൻ പാകത്തിനുള്ള കുറച്ച് കഷ്ണങ്ങളും എന്തായാലും അതിനേക്കാൾ എക്സ്ട്രാ ഉണ്ടാവും കുറച്ച്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ബേക്ക് ചെയ്യാണ്. അപ്പം ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിൽ നമുക്ക് ഓരോ കഷ്ണങ്ങളായി എടുത്ത് ഫോൾഡ് ചെയ്ത് നമ്മുടെ ബണ്ണുകൾ ഉണ്ടാക്കാം. നമ്മളതിനെ ഫോൾഡ് ചെയ്യാന്ന് പറയുമ്പം നമ്മൾ ഇങ്ങനെ ഒരു ഉണ്ട എടുത്തു കഴിഞ്ഞാൽ ആദ്യം അതിനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വിരൽ ഉപയോഗിച്ചിട്ട്, നമ്മൾ ചപ്പാത്തിക്കോലൊന്നും ആവശ്യമില്ല, വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് പരത്തുക. അതിനുശേഷം നമ്മുടെ ആ എഡ്ജസ് അകത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? അപ്പം കുറച്ച് എയറൊക്കെ അതിനകത്ത് കയറി അതിനൊരു നല്ലൊരു ഉരുണ്ട ഷേപ്പ് വരും. അപ്പോൾ അതാ മുകൾ ഭാഗം ഇങ്ങനെ ഉണ്ടാവും. അത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഉണ്ടയായിട്ട് നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമുക്കതിനെ നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് വെക്കാം. അങ്ങനെ നമ്മളിവിടെ 5 തട്ടിലും ഓരോ ഉണ്ടകൾ വെച്ച്
റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് മൂടിയിട്ട് ഇതിൻ്റെ സൈസ് ഡബിൾ ആവുന്നവരെ റൂം ടെമ്പറേച്ചറിൽ തന്നെ അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ബാക്കിയുള്ള മാവ് ഞാൻ ബേക്ക് ചെയ്തെടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേയിൽ കുറച്ച് എണ്ണ തടവി അതിലേക്ക് നമ്മുടെ ഡോനെ ഇതുപോലെ കുറച്ച് വിട്ടിട്ട് വെക്കണം. അതിന് ശേഷം അതിനെ നമ്മൾ മറ്റേ ഇഡ്ഡലി തട്ടിൽ ചെയ്ത പോലെ തന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു തുണിയെടുത്ത് അതിനെ മൂടി വെക്കണം, ഡബിൾ സൈസ് ആവണത് വരെ. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ബണ്ണുകൾ നല്ല റെഡി ആയിട്ട് നല്ല സുന്ദരി മണികളായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബേക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. മുട്ട അടിച്ചിട്ടുള്ളത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ, അത് വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് നല്ലൊരു ഭംഗിയുള്ള ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ കിട്ടാനായിട്ടാണ് നമ്മളിത് ചെയ്യണത്. ഇഡ്ഡലി തട്ടിനെ ഇങ്ങനൊരു പാത്രത്തിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. ഇപ്പോൾ ഇത് ഞാനങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാത്തൊരു പാത്രമാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ പരിപാടികൾക്കാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അങ്ങനെ ഒരു പാത്രം എടുത്താൽ മതി. അതിലേക്ക് നമുക്ക് കുക്കറിലൊക്കെ കിട്ടുന്ന ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടാവില്ലേ, അത് വെക്കുക. എന്നിട്ട് അതിനെ അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. പ്രീഹീറ്റൊക്കെ അവൻ പ്രീഹീറ്റ് ചെയ്യണ പോലെ. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി ബണ്ണുകളെ അതിൽ വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ മൂടി വെച്ച ബേക്ക് ചെയ്യാനുള്ള ബണ്ണുകളും ഡബിൾ സൈസായി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് എഗ് വാഷ് ചെയ്തിട്ട് ഒരു 300 ഡിഗ്രി ഫാരനൈറ്റിൽ 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. അങ്ങനെ നമ്മുടെ ബണ്ണുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മൂടി മാറ്റിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാനൊരു ഗ്ലാസ് മൂടി വെക്കാൻ കാരണം അതാണ്. മറ്റേ മൂടിയാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അത് ശരിക്കും വെന്തോന്ന്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കറക്റ്റായി വെന്തിട്ടുണ്ട്. 25 മിനിറ്റാണ് എടുത്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് വെച്ചതിന് ശേഷം തീയ് ഏറ്റവും ലോയിലേക്ക് ആക്കിയിട്ടുണ്ടാവണം. പിന്നെ ഒരു ഗ്ലാസ് മൂടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗോൾഡൻ കളറാവുന്നത് കറക്റ്റായിട്ട് കണ്ടിട്ട് നിങ്ങൾക്കെടുത്ത് മാറ്റാമല്ലോ. അങ്ങനെ നമ്മുടെ സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കിയ അടിപൊളി ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അത് എത്ര എളുപ്പത്തിൽ അതിൽ നിന്ന് കിട്ടുന്നതെന്ന് കണ്ടു. അത് നമ്മൾ ആ എണ്ണയും മൈദയും രണ്ടും ഇട്ടത് കൊണ്ട് തീരെ ഒട്ടാതെ അത് നല്ല സുഖമായിട്ട് അതിൽ നിന്ന് കിട്ടും. ഇതിനൊപ്പം തന്നെ നമ്മൾ ബേക്ക് ചെയ്ത റോൾസും അല്ലെങ്കിൽ ബണ്ണും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഞാൻ 150 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 300 ഡിഗ്രി ഫാരനൈറ്റിൽ 15 മിനിറ്റാണ് ബേക്ക് ചെയ്തത്. വളരെ സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള ഒരു ബണ്ണാണിത്. ഇതിനെ നമുക്ക് ചായക്ക് ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നർ റോളായിട്ടോ, ഇനി അതൊന്നും അല്ലെങ്കിൽ ബർഗറിന് പറ്റിയ ഒരു ബണ്ണായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ടെക്സ്ചർ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ബട്ടർ തേക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ, അത് ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഓൾറെഡി നമ്മളിപ്പം എഗ് വാഷ് ചെയ്തിട്ടാണല്ലോ വെച്ചത്, അത് കാരണം അതിന് ഓൾറെഡി ആ ബ്രൗൺ കളറും ഗ്ലേസിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ബട്ടറും കൂടി തേച്ചാൽ കുറച്ചും കൂടി ഗ്ലേസിങ് ഉണ്ടാവും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്റ്റൗ ടോപ്പിലും അവനിലും ബേക്ക് ചെയ്തെടുത്ത നമ്മുടെ ബണ്ണുകളെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഗ്രീഡിയൻസ് ഞാൻ പുറകിലിട്ടിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.